തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇതുവരെ ചർച്ചയായ മുഖ്യ വിഷയങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ 6 വിഷയങ്ങളാണ് പ്രചാരണ വേളയിൽ കേരളമാകെ ചർച്ചയായതെന്ന് കാണാം. 1, വോട്ട് ഡീൽ ചർച്ചയാണ്. ഇതുവരെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഈ ആരോപണം തന്നെയാണ്. 2, SDPI ബന്ധമാണ്. ഇതിൽ ഒരു പ്രധാന പ്രത്യേകത SDPI വോട്ട് വേണമെന്നോ വേണ്ട എന്നോ തെളിച്ച് പച്ച മലയാളത്തിൽ പറയാൻ ഇരു മുന്നണികളും തയ്യാറായിട്ടില്ല എന്നതുകൂടിയാണ്. 3ാമത്തെ വിഷയം ക്രൈസ്തവ വോട്ടുകളെ വലിയ തരത്തിൽ സ്വാധീനിക്കാൻ വഴിയുള്ള വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയാണ്. 4ാമത്തെ വിഷയം ശബരിമല വിശ്വാസവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദവും കേസും വിശ്വാസവുമാണ്. 5ാമത്തെ വിഷയം വയനാട് പുനരധിവാസത്തിൽ ഇരു മുന്നണികളുടെയും താരതമ്യമാണ്. 6 സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളാണ്. ഇവയോരോന്നും ഓരോ മുന്നണികളും എങ്ങനെയാണ് ഉപയോഗിച്ചത്, അത് ഏത് വിഭാഗത്തെ സ്വാധീനിക്കും, അതിൽ ഏത് മുന്നണിക്കാണ് നേട്ടം എന്നത് വിശദമായി തന്നെ പരിശോധിക്കാം. 1ാമത്തെ വിഷയം വോട്ട് ഡീലാണ്. വോട്ട് ഡീൽ ആരൊക്കെ തമ്മിലാണ് എന്നതാണ്. ഏതു തെരഞ്ഞെടുപ്പിലും ഏതു മുന്നണിയാണോ പാർട്ടിയാണോ ഒരു വിഷയം ആദ്യം ഉന്നയിക്കുന്നത്, അതിലേക്ക് എതിരാളികളെ കൊണ്ടുവരുന്നത് അവർക്ക് സ്വാഭാവികമായും എഡ്ജ് ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടികളോ മുന്നണികളോ ഒക്കെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം ഏതെന്ന് തീരുമാനിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ UDFും കോൺഗ്രസും ബോധപൂർവം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവായാലും രമേശ് ചെന്നിത്തലയായാലും അതോടൊപ്പം തന്നെ KC വേണുഗോപാലായാലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് CPM BJP ഡീലിനെ കുറിച്ചാണ്. ഇതിന് മറുപടിയായി CPM നേതൃത്വമൊക്കെ BJPയുമായി ഡീലുള്ളത് ചരിത്രം നിരത്തിക്കൊണ്ട് അത് കോൺഗ്രസിനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം വരുന്നു. വീണ്ടും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ഈ വിഷയമൊക്കെ ഉന്നയിക്കുന്നു. BJPക്കാർ ഞങ്ങളല്ല ആരുമായിട്ടെങ്കിലും വോട്ട് കച്ചവടം നടത്തുന്നത്, ഡീലുള്ളത് നിങ്ങൾ തമ്മിലാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ എന്ന് പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വരെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഡീൽ ആരോപണത്തെ നിലനിർത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ തരത്തിൽ നോക്കിയാൽ ഈ ഡീൽ ആരോപണത്തിൽ നേരിയ മേൽക്കൈ അല്ലെങ്കിൽ മേൽക്കൈ ഉള്ളത് UDFനാണ്, കോൺഗ്രസിനാണ് എന്നുകൂടി പറയേണ്ടി വരും. 2ാമത്തെ വിഷയം SDPI ബന്ധം വോട്ടാകുമോ പാരയാകുമോ എന്നതാണ്. ഈ സാധാരണഗതിയിൽ ഏതെങ്കിലും ചെറിയ ഗ്രൂപ്പുകളോ പാർട്ടികളോ ഒക്കെ ഏതെങ്കിലും ഒരു മുന്നണിയോ പാർട്ടിയോ ഒക്കെ പിന്തുണച്ചാൽ അവർ വലിയ അഭിമാനപൂർവ്വം, ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും അവരുടെ പിന്തുണ ഞങ്ങൾക്കാണ് എന്ന് പറയും. പക്ഷേ SDPIയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. SDPIയുടെ വിഷയത്തിൽ ഞങ്ങളെ അല്ല പിന്തുണയ്ക്കുന്നത്, എതിരാളികൾക്കാണ് SDPIയുമായി ബന്ധം എന്നത് ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് UDFും LDFും ഒരുപോലെ തന്നെ. കാരണം SDPIയുടെ പിന്തുണ ഞങ്ങൾക്കാണ്, SDPI ഞങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞാൽ അതുമൂലം നഷ്ടമാവാൻ സാധ്യതയുള്ള വോട്ടുകൾ SDPIയിൽ നിന്ന് ആകെ ലഭിക്കുന്ന വോട്ടുകളെക്കാൾ കൂടുതലാണ് എന്നുള്ള രാഷ്ട്രീയ ബോധം ഇരു മുന്നണികൾക്കും ഉണ്ട് എന്നതുകൂടിയാണ്. നിരോധിക സംഘടനയായ PFIയുമായി SDPIക്കുള്ള ബന്ധമടക്കം ചർച്ചയാവാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞതാണ്, അല്ലെങ്കിൽ ധൈര്യസമേതം ഒരു നേതാവ് എന്ന നിലയിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന്. പക്ഷേ അന്ന് SDPI നേതാക്കൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്, ഞങ്ങൾ ആരെ പിന്തുണയ്ക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഇക്കുറി തൻ്റെ നിലപാട് അറിയാമല്ലോ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇക്കുറി അല്പമെങ്കിലും ആ വിഷയത്തിൽ വ്യക്തമായൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അദ്ദേഹവും ശരിക്ക് ഞങ്ങൾക്ക് SDPI വോട്ട് വേണ്ട എന്നുള്ള വാക്ക് പറയാൻ തയ്യാറായില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ ഇടതുമുന്നണിയിലെ മുഖ്യമന്ത്രി ആ വിഷയം ചോദിക്കുമ്പോൾ ക്ഷുഭിതനായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റ് പല നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു. ആരും SDPI വോട്ട് വേണ്ട എന്ന്, ഇനി MA ബേബി മുതൽ KC വേണുഗോപാൽ വരെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാരും അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാവും അങ്ങനെ തയ്യാറാവാത്തത്? 2 പ്രായോഗിക കാരണങ്ങളെന്ന് പറയുന്നത്, നേമം പോലെ ഒരു മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് വിജയിക്കണമെങ്കിൽ SDPIയുടെ സഹായം അനിവാര്യമാണ്. മഞ്ചേശ്വരം പോലെ ഒരു മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടം നടക്കുകയാണ്. അവിടെയും UDFന് വിജയിക്കണമെങ്കിൽ SDPIയുടെ സഹായം ആവശ്യമാണ്. ഈ 2 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും നേരിട്ട് പ്രത്യക്ഷത്തിൽ, മറ്റു മണ്ഡലങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായം ഉണ്ടാകാം. SDPIയുടെ ആകെ വോട്ട് കണക്കൊക്കെ നോക്കിയാൽ 0.4% വോട്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് ലഭിച്ചത് എന്നുകൂടി നമ്മൾ കാണണം. അങ്ങനെ 0.4% വോട്ടും 1,00,000 താഴെ വോട്ട് 10,75,000 വോട്ടാണ് ഇവർക്ക് കേരളം ആകെ ഉള്ളതെങ്കിലും ചില മണ്ഡലങ്ങളിൽ ഈ 1000 വോട്ട് മറയുന്നത് പോലും, മഞ്ചേശ്വരത്ത് 2 തവണയും ഭൂരിപക്ഷം 1000-ൽ താഴെ
അവിടെയൊക്കെ ഇത് പ്രധാനമാണ്. അതുകൊണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് ലോക്സഭയിൽ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ വി ഡി സതീശൻ തയ്യാറായത്? അവിടെ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ആ നേതാക്കൾക്കുണ്ടായിരുന്നു. മുമ്പ് ഇടതുമുന്നണിയും SDPക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഉന്നയിക്കുന്നതിന് പകരം AK ബാലനെ പോലുള്ള നേതാക്കളൊക്കെ പറയുന്നത് SDPക്കാരെ ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന അവരെ മാനസാന്തരപ്പെടുത്താനാണ് എന്നുള്ള അതിവിചിത്രമായ ന്യായീകരണം വിശദീകരണം ഒക്കെ നൽകുന്നുണ്ട്. ഇവിടെ രണ്ട് മുന്നണികളെയും നയിക്കുന്നത് ഒറ്റ ഘടകമാണ്. രണ്ടുപേർക്കും SDPയുടെ വോട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഇല്ല എന്നത് തന്നെയാണ്. അത് ശക്തമായ ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ഇനി മൂന്നാമത്തെ വിഷയമാണ്, അത് വിദേശ സംഭാവന നിയന്ത്രണ നിയമമാണ്. ആ നിയമ ഭേദഗതി ഇതിനിടയിലാണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് ഇത് വന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിലൊക്കെ ഒരേപോലെ സംസ്ഥാന സർക്കാരുമായും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായും യോജിച്ചു നിൽക്കുക എന്നൊരു നയമായിരുന്നു ക്രൈസ്തവ സഭകളുടെയൊക്കെ മേലധ്യക്ഷന്മാർ സ്വീകരിച്ചത്. അതിൻ്റെ താഴെത്തട്ടിലെ അംഗങ്ങളുടെ നിലപാട് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മേലധ്യക്ഷന്മാരുടെ നിലപാട് അത് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളൊക്കെ കേന്ദ്ര സർക്കാരുമായും BJP നേതാക്കളുമായും ചേർന്ന് നിൽക്കുകയും പരസ്യമായിട്ടടക്കം അവർക്ക് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ഏറ്റവും അവസാനം ചെയ്തത് ഈ അവരുടെ എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപക നിയമനത്തിൻ്റെ കഴിഞ്ഞ 4 വർഷമായി ഉണ്ടായിരുന്ന നിയമനം നടക്കാത്തൊരവസ്ഥ അത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും അത് നിയമനം അംഗീകരിക്കുകയും ചെയ്തു. ഇതുവഴി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലാഭമുണ്ടായിട്ടുള്ളത് കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കാണ്. കാരണം കേരളത്തിൽ മറ്റേതെങ്കിലും മതജാതി സംഘടനകൾക്കോ അല്ലെങ്കിൽ സംഘടിത മാനേജ്മെൻറ്റുകൾക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ അധ്യാപക നിയമനം സാധ്യമാകുന്നതും സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കാണ്. ഈ നിയമനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അതിൻ്റെ കോഴയെക്കുറിച്ചൊക്കെ പരസ്യമായ രഹസ്യമാണ് എല്ലാ കാലത്തും ഈ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം സഭയ്ക്ക് നേരിട്ടുണ്ടാവുന്ന ഒരു ഘട്ടമാണ്. അതോടൊപ്പം തന്നെ സഭയുമായി ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നു, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. അതെല്ലാം കൊണ്ട് ഇടതുമുന്നണിയുമായി ചേർന്നും അല്ലെങ്കിൽ BJPയെ തള്ളാതെയും ഒക്കെയായിരുന്നു. പിന്നീടാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം വന്നതോടുകൂടി വിദേശ സംഭാവന നിയന്ത്രണ നിയമം വന്നാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ക്രൈസ്തവ സഭകളെയാവും. കാരണം ക്രൈസ്തവ സഭകളുടെ ചാരിറ്റി പ്രവർത്തനമായാലും ആശുപത്രികളുടെ നടത്തിപ്പായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമായാലും ഈ സഭകളുടെ മുന്നോട്ടുള്ള നടത്തിപ്പായാലും ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനയാണ്. അത് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി വലിയ ജോലിയുള്ളവർ മുതൽ വിദേശ രാജ്യങ്ങളല്ലാതെ ക്രൈസ്തവ സഭകൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ വരെയാണ്. ഇതിൽ ചെറിയൊരു കണക്കിൽ പിഴവുണ്ടായാൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് യഥാസമയം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പേപ്പറുകളിലെ പിഴവുകൾ പോലും ഇതിൻ്റെ ലൈസൻസ് അടക്കം റദ്ദാക്കും എന്നൊരു നിയമ ഭേദഗതി നടപ്പായാൽ സ്വാഭാവികമായും അവിടെ വെട്ടിലാകാൻ പോകുന്നത് ക്രൈസ്തവ സഭകളാവും. ഇത് ക്രൈസ്തവ സഭകളെ സ്വാഭാവികമായും BJP അനുഭാവ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സഭാ തലവന്മാർക്ക് ഒരു ഭയമുണ്ട്, BJPയെ വല്ലാതെ പിണക്കിയാൽ ഈ നിയമം ഭാവിയിൽ പാസ്സാക്കുകയും ഞങ്ങൾക്ക് തലവേദനയായി പാരയായി വരികയും ചെയ്യില്ലേ എന്ന ഭയമുണ്ട്. പക്ഷേ അത് എങ്ങനെയാവും? ഇങ്ങനെ ഒരു നിയമം ക്രൈസ്തവരെ മാത്രം ഉദ്ദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ക്രൈസ്തവ സഭാവിശ്വാസികൾ അതിനോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം വരും. ഇനി മറ്റൊന്ന്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.